500, 1000 രൂപ നോട്ടുകൾ അസാധുവാക്കിയത് ആദ്യ ദിനത്തിൽ ജനജീവിതത്തെ ദുഷ്കരമാക്കി. കറൻസി നോട്ടുകൾ മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിലടക്കം ജനങ്ങൾക്ക് ചില്ലറ ലഭിക്കുന്നില്ല. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ക്യാൻസർ രോഗികളടക്കം നോട്ട് മാറാനാകാതെ ബുദ്ധിമുട്ടി. 500, 1000 രൂപ നോട്ടുകൾ ഇന്നു മുതൽ അസാധുവാക്കിയ കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം വൈകി അറിഞ്ഞവരും രാവിലെ മാത്രം അറിഞ്ഞവരും നെട്ടോട്ടം ഓടുകയാണ്. ഇന്ന് ATMകളും ബാങ്കുകളും ഇല്ലാത്തതിനാൽ അർദ്ധരാത്രി വരെ ATMന് മുന്നിൽ ക്യൂ നിന്ന് 100ന്റെ നോട്ടുകൾ സ്വന്തമാക്കിയവർ ഒഴികെ എല്ലാവരും പ്രതിസന്ധിയിലാണ്. പലരുടെയും യാത്ര മുടങ്ങി. RCCയിൽ പോകേണ്ട ക്യാൻസർ രോഗികൾ, ദൂരസ്ഥലത്ത് നിന്നെത്തിയവർ എല്ലാം കയ്യിൽ പണമുണ്ടായിട്ടും പാപ്പരായ അവസ്ഥയിലാണ്. മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന പെട്രോൾ പമ്പിനും റെയിൽവേക്കും പ്രശ്നമില്ല, ആശുപത്രിയിലേക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ അവരെടുക്കുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഭാര്യ മോനുമായിട്ട് വന്നിരിക്കുന്ന. ഇനി 200 രൂപ എൻ്റെ ഉള്ളൂ. എന്നാൽ 100, 50 ആരും തരുന്നില്ല. പത്രത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ കിട്ടും, മറ്റുള്ള സ്ഥലത്ത് കിട്ടുമെന്ന് പറയും. കയ്യിലുള്ളത് 500ന്റെ നോട്ടായതിനാൽ ഭക്ഷണം കഴിക്കാനാകാത്ത ദുരവസ്ഥയാണ് പലർക്കും. ഒരു 500 രൂപ ചേഞ്ച് നോക്കിയിട്ട് കിട്ടുന്നില്ല. ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ചായ കഴിക്കാൻ കഴിയുന്നില്ല. പണം കീശയിൽ വെച്ച് കുത്തിരിക്കുക. പെട്രോൾ പമ്പിൽ നോട്ട് സ്വീകരിക്കുമെങ്കിലും 500 രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കേണ്ടി വരും. അല്ലാതെ ചില്ലറയ്ക്ക് വേണ്ടി പമ്പിൽ പോയിട്ട് കാര്യമില്ല. സ്വകാര്യ ആശുപത്രികളും പൊതുഗതാഗതവും അസാധുവായ നോട്ട് സ്വീകരിക്കാതായതോടെ ചില്ലറയാക്കാൻ സമയം കിട്ടാത്തതിലുള്ള രോഷം ജനങ്ങൾക്കുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കള്ളപ്പണക്കാർക്ക് പൊള്ളുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്, BJP നേതാവ് ജോർജ് കുര്യൻ, CMP നേതാവും ആസൂത്രണ ബോർഡ് മുൻ അംഗവുമായ CP ജോൺ, സാമ്പത്തിക വിദഗ്ധനായ VK വിജയകുമാർ എന്നിവർ തത്സമയം ചേരുന്നു.